Welcome back to our channel. 1971 Beyond the Borders എന്ന സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ഹിന്ദുവില്ല, ഇസ്ലാമില്ല, ക്രിസ്ത്യാനിയില്ല, ഭാരതീയർ മാത്രം. പറയാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒത്തിരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച സിനിമ. ഇതാണ് 1971 ബിയോണ്ട് ദി ബോർഡേഴ്സ്. സാധാരണ മേജർ രവി ചിത്രങ്ങളിൽ വാറിന്റെ പശ്ചാത്തലങ്ങളും മാത്രമാണ് ഉൾപ്പെടുത്താറ്. എന്നാൽ ഈ സിനിമയിൽ മനുഷ്യബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും കഥ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ സിനിമയെ കൂടുതൽ മികവുറ്റതാക്കുന്നു. ഇത് പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വാറല്ല നമുക്ക് വേണ്ടത്, ഇനിയൊരു വാർ ഉണ്ടാകരുതേ എന്നുള്ള ചിന്ത ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ഉണർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ചിത്രത്തിന്റെ ആദ്യ പകുതി യുദ്ധമുഖത്തേക്ക് എത്തുന്ന പട്ടാളക്കാർ അവരുടെ സ്വകാര്യ ജീവിതവും ഫീലിങ്സും ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതെങ്കിൽ ചിത്രത്തിന്റെ രണ്ടാമത്തെ പകുതി യുദ്ധത്തെ ഫേസ് ചെയ്യുന്ന പട്ടാളക്കാരുടെ അവസ്ഥകളും യാഥാർത്ഥ്യങ്ങളുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്റർവെല്ലിന് ശേഷം ചിത്രം ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യതിചലിച്ച് കുറച്ച് സിനിമാറ്റിക് ആകാം എന്ന തരത്തിലുള്ള സീനുകൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണികൾക്ക് ചെറിയ രീതിയിൽ അലോസരം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എങ്കിലും മലയാള സിനിമയുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു സിനിമ വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് ലഭ്യമല്ലാത്ത ലൊക്കേഷനുകളും സിറ്റുവേഷൻസും ദൃശ്യങ്ങളും നൽകുന്നതുകൊണ്ടാണ് പണം കൊടുത്ത് ഈ സിനിമ കാണാൻ കയറുന്നവർക്ക് നഷ്ടബോധം ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. അടുത്ത റിവ്യൂവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.